Hello friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ബോളിന്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബോളിന്റെ റെസിപ്പി. ഇത് കുഞ്ഞി കുട്ടികൾക്ക് വരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഏത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ മിക്സിയിൽ ഇട്ട് കൊടുത്ത് ഒരു ജസ്റ്റ് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പാർട്ടിക്കിളായിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കേ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു കട്ടിയിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോളിന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സാധാ ഡയറി മിൽക്ക് തന്നെയാണ്. അപ്പം ഞാനത് ചെറുതാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത ചോക്ലേറ്റ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എടുക്കുമ്പോൾ നല്ല ഒരു കട്ടി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യത്തിന് കട്ടിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും അതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങൾ സാധാ സ്പൂൺ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ട് അതിലിട്ട് നന്നായി മുക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് റെഡിയാവും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്വീറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ സാധാ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്